ഞാനും പേടിക്കൂല എന്നാണ് ആദ്യം പറയും. നമുക്ക് നോക്കി നോക്കാം. A few moments later. ക്യാമറ അങ്ങോട്ട് പിടിക്കാൻ ഞാൻ നോക്കണ്ടോ? സംഭവം നമുക്ക് എന്താണ് അതിന്റെ ഉള്ളിൽ പോയിട്ട് കണ്ടറിയാൻ കഴിയും. ഇവൻ ചിരിച്ചോണ്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ചിരിക്കാൻ പാടില്ല. എടാ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്കൊരു ഫോട്ടോ എടുത്താലോ? രാജകുമാര പാമ്പ്. ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മാസ്റ്റർ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളുള്ളത് ചില വിസ്മയിലാണ്. വിസ്മയിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പോയിന്റിലാണ് നമ്മളുള്ളത്. വിസ്മയിൽ മറ്റേ ഇത് എന്തിൻ്റെ പേര്? ആകാശത്തൊട്ടിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും വിസ്മയൻ്റെ മറ്റേ വാട്ടർ പാർക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട്. അപ്പുറത്തും വേറെ കുറേ വ്യൂ പോയിന്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ ആകാശത്തൊട്ടിൽ. വിസ്മയിൽ അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാണാൻ നമുക്ക് എന്താക്കാം, നേരെ വിസ്മയ കാഴ്ചയിലേക്ക് കിടക്കില്ല. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മാഗ്നസ് എന്നേറ്റ പേര്. ക്യാമറ പിടിച്ചിന്, ക്യാമറ വീണോന്നൊക്കെ അവർ പറഞ്ഞത്. കണ്ടെന്നാ മതി. ഇവിടെ എന്താ പറയുള്ളത്? നീ പേടിക്കുവാ? നീ പേടിക്കുവാ? നീ പേടിക്കുവാ? ഇല്ല. തോമസ് സാർ പേടിക്കുവാ? ഇല്ല, ഞാനും പേടിക്കൂല എന്നാണ് ആദ്യം പറയും. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഗൈസ് കാണാം. എന്ത് തിരിച്ചു പോകാന്നൊക്കെയാണ് ചേച്ചി, അങ്ങനൊന്നും പറയല്ല. മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ്. മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് ഗൈസ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇതിത്തെ വെള്ളം മൊത്തം തലമലായി ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കൊടൽമാല തിരിഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇല്ലേ? പേടിച്ചിട്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? പൊളി. ബൈ ബൈ. അച്ഛാ ഗുഡ് റൈഡ് ഗൈസ്. എല്ലാം പിടിച്ച് തലകുത്തനെ ഞാൻ സത്യം പറയാം കണ്ണു കൂട്ടിയിട്ടുള്ളത്. കണ്ണു കൂട്ടിയിട്ടുള്ളത് എനിക്ക് വീഡിയോ നോക്കാൻ എനിക്ക് തരും. ഗൈസ് കണ്ണടച്ചു പിടിച്ച് എന്തിനാണ് സത്യം പറയാം. ഞാൻ നോക്കിയില്ല. ഇനിയിപ്പോ വീഡിയോ നോക്കിയാൽ എനിക്ക് തിരിഞ്ഞ നേരത്തെ സത്യം പറഞ്ഞാൽ ഇതിൽ കയറി. പക്ഷേ മറ്റേ ഇത് ചെയ്ത് വെച്ച പോലെയുള്ള പിടിച്ച് ഇപ്പം കാണിച്ചു തരാം. നിങ്ങൾ പറ എങ്ങനെ ഉണ്ടായി നിങ്ങൾ എക്സ്പീരിയൻസ് കയറിയിട്ട്? സൂപ്പർ. പ്രതീക്ഷിച്ചില്ല ഇത്രയുണ്ടെന്ന്. തലകുത്തനായപ്പോ എന്താ വയറെന്നെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വരുന്ന അവസ്ഥ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സെക്കൻഡ് ടൈം ആണ്. നല്ല എക്സ്പീരിയൻസ്. അല്ല ഇന്നലെ 2 പ്രാവശ്യം കയറിയാ? അല്ല ഞാൻ ഫസ്റ്റ് ടൈം. ഒന്നും കൂടി കയറിക്കോ. തോമസ് അടിപൊളി, ഉഷാറ്, അടിപൊളി. പേടിയൊന്നും ഉണ്ടായില്ല? പേടിക്കാത്ത ടീമാ. പേടിക്കില്ല നമ്മൾക്ക്. എന്റെ സത്യം പറ കുടല് കരിഞ്ഞു. അല്ല ഫുഡ് ആയില്ലേ? സമയായില്ലേ? കഴിക്കാൻ പോവാ. എന്ത് ഇനിയില്ല മോനെ. ഒറ്റ പ്രാവശ്യം സത്യം പറ കുടല് തിരിഞ്ഞു. ഇനിയില്ല ഗൈസ്. വീഡിയോ എടുത്തോണ്ട് കേട്ടാ? അല്ല നീ വീഡിയോ എടുക്ക. നീ കയറിക്കോ. നിന്റെ വീഡിയോ എടുക്കുവാണ്. ഇത് 3ാമത്തെ പ്രാവശ്യം ഗൈസ്. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് കാർ റൈഡിലേക്കാണ്. സുഹൃത്തുക്കളെ കണ്ടറിയാം എങ്ങനെയുണ്ടാകും. ആവേശകരമായി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അടിച്ച് പൊടിച്ചോണ്ട് തൂപ്പാനാകുന്നുണ്ട്. ഒരണ്ടമിനത്തോടു കൂടി റൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചേക്കും മാരിത്തോക്കും കത്തിരുന്ന് കാണാം. അവന്റെ മൂട്ടിൽ കൊണ്ടുപോയിരിക്കുന്നു. വീണ്ടും ഇട്ടിരിക്കുന്നു. വളരെ വാശിയോട് കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇല്ല തലനായിരിക്കാൻ രക്ഷപ്പെട്ടത് വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ. വണ്ടി ഓടുന്നില്ലേ? ഹലോ ഗൈസ്, ഇത് ഇടിച്ചു പോയിക്കുകയാണ്. നിങ്ങളിത് കാണുക. ഗൈസ് നിന്നുപോയി. ഇനി ബാക്കി അടുത്തേൽ. അപ്പോൾ നമ്മൾ ഓരോന്നിൽ കയറി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഇനി മുമ്പോട്ടുള്ള ഓരോന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പവർ പോരാന്നാണ് പറയുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3D കാണാൻ പോവുകയാണ്. ബ്രേക്കൊന്നുമില്ല ഇനി. നമ്മൾ മറ്റേ കാർ ഓടിച്ചോയൊന്നുമില്ല. അപ്പൊ അതാ നമ്മളെ കണ്ട് നമുക്ക് കാണാം എങ്ങനെയാണ്.
പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത നമ്മൾ മിറർ മാജിക്കിലേക്കാണ് സുഹൃത്തുക്കളെ കിടക്കുന്നത്. എന്താണ് പറയാനുള്ളത്? വൈദ്യുതി പോകാൻ പാടില്ല. അപ്പം വൈദ്യുന്നുണ്ടല്ലോ നിങ്ങൾ പറയുക ഏതാണ് വഴി. മുമ്പിൽ ആൾ പോകുന്നതുകൊണ്ടാണ് നമുക്ക് தெரியாது. ഏതാ വഴി? ആ ഇവിടെ ആളില്ലേ? ഒന്നും കാണുന്നില്ല. ലൈറ്റ് ഇട്ടോ ഇതെവിടാ? മിറർ മാജിക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എങ്ങോട്ടാ? ഈ കൂടി പോവാ? ഇല്ല പോകാൻ പറ്റില്ല. പോട്ടെ കഴിഞ്ഞ അയ്യേ. അടുത്തത് അത്ര ആവേശമൊന്നും ഇല്ലാത്ത ഒരു സാധനത്തിനുള്ളിലാണ് നമ്മളുള്ളത്. നേരത്തെ ഹൈഡ്രോളിക്കിൻ്റെ എല്ലാം കയറി നല്ല പേടിച്ചു റിലാക്സ് ആവാൻ വേണ്ടി. അത് ഓരടച്ചോളൂ, അവരടക്കും. ഓക്കെ, റിലാക്സ് ആവാൻ വേണ്ടി. എടാ ഓരടക്കോടാ, അതങ്ങനെ അടക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഈ ചെറിയ കോഴിമുട്ട പോലത്തെ സാധനമാണ്. അതിൽ ഞാനും മുനീറും കയറിയിട്ട് ആനത്തെ പറക്കുന്ന പാട്ടൊക്കെ ഇട്ട് നമ്മൾ പറക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പുതിയൊരു ചെറിയ കുട്ടിയും കൂടി ഉണ്ട്. നമുക്ക് നോക്കാം. വലിയ എക്സൈറ്റ്മെന്റൊന്നുമില്ല, ചെറിയ രീതിയിൽ പോകുന്നേക്കും. നോക്കാം. വാഹന വ്യൂഹം പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞുകൊണ്ടിരിക്കുന്നോ? അറിയില്ല. ചെറുങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? പേടിയൊന്നുണ്ടെങ്കിൽ ഒരു പേടിയില്ല. എനിക്കാ നമ്മള് തിരിയുന്നില്ല എന്നുള്ളതാണ് പരാതി സുഹൃത്തുക്കൾ. ഇതും കൂടി തിരിയണേ അല്ലേ? അതിന്റെ അഭിപ്രായം എന്നാ? ഇതും കൂടി തിരിഞ്ഞാൽ നമ്മൾ തല കറങ്ങിട്ട് കാറിതാവും. ഇത് നമുക്ക് ഒച്ചപ്പാടൊന്നും ആക്കാൻ വരുന്നില്ല. മുത്തനെ പൊന്നാടുന്നാ മതി. ഗ്യാസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഗ്യാസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊന്തിരി താന്നടാ. സാധോ വലിയ ഇതൊന്നുമില്ല, വലിയ സ്പീഡും ഇല്ല. ചെറുങ്ങനെയാണ് കറങ്ങുന്നത്. റിലാക്സ് ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. കോഴിമുട്ട റൈഡ്. എന്ത് പറയുന്നു സാറല്ലേ? എന്റെ പേരെന്നാ? യാമിൻ. എന്റെയോ? വള്ളിത്തോടി. നമ്മൾ താഴത്താള്, മുകളിലാണ് വാട്ടർ പരിപാടിയും കാര്യങ്ങളൊക്കെ. അതിനും കൂടെ എൻജോയ് ചെയ്യണം. പക്ഷെ വാട്ടറിൽ ക്യാമറ എടുക്കാൻ പറ്റുമെന്നല്ല, പുറത്തുനിന്ന് എടുക്കേണ്ടി വരും വീഡിയോ. അപ്പൊ ഈ റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. നോർമൽ. സംഭവം നമുക്ക് എന്താണ് അതിന്റെ ഉള്ളിൽ പോയിട്ട് കണ്ടറിയാൻ കഴിയും. ഇവൻ ചിരിച്ചോണ്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ചിരിക്കാൻ പാടില്ല. എടാ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്കൊരു ഫോട്ടോ എടുത്താലോ? രാജകുമാര പാമ്പ് അറിഞ്ഞു. ആകാശത്തൊട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീഡിയോ കണ്ടില്ലേ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിസ്മയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായുള്ള വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്ബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം.